അവരുടെ കാര്യങ്ങൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്, അവരുടെ കാര്യങ്ങൾ കാണിക്കുന്നു, അവരുടെ പേഴ്സണൽ ലൈഫാണ്, അവർ അടിപൊളിയായിട്ട് കല്യാണം കഴിക്കുന്നു. അതുമാത്രമല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്യട്ടെ, അവരങ്ങനെ ജീവിക്കട്ടെ. അതിനിപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും വന്ന് പറയേണ്ട ഒരു കാര്യവും ഇതിനകത്ത് വരുന്നില്ല. അങ്ങനെ അത് നിങ്ങൾക്ക് മാറി മാറി ഡ്രസ്സ് എടുക്കുന്ന പോലുള്ളൊരു രീതിയായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ ഇപ്പം നോർമലായിട്ട് സാധാരണ വീട്ടിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലത്തെ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഇൻ കേസ് അവരുടെ കല്യാണം നടന്നില്ല, എന്തായിരിക്കും ഇനി ഇങ്ങനൊരു കല്യാണം കഴിഞ്ഞു എന്നുള്ള പേരിൽ അവർ ഫിസിക്കൽ റിലേഷൻസ് ഒക്കെ നടന്നിട്ട് അതിൽ ആ പെൺകുട്ടി ബിഫോർ മാരേജ്, ഒഫീഷ്യലി മാരേജ് ആവുന്നതിന് മുന്നേ തന്നെ പ്രഗ്നൻ്റ് ആവുമോ സംതിങ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഫാമിലീൻ്റെ അവസ്ഥ? അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക ദിയാകൃഷ്ണ. നിങ്ങൾ ഇത്രയും സെലിബ്രിറ്റി ആയി ഇത്രയും വിവരമുള്ള ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ ഇതുപോലുള്ള റീൽസൊക്കെ ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ സാധാരണ ഫാമിലിയിലുള്ള ആരും സ്നേഹിക്കാറില്ല, ജീവിതത്തിൽ ഒളിച്ചോടിയിട്ടില്ല. അതുമാത്രമല്ല, ജീവിതത്തിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ കല്യാണം കഴിയുന്നതിന് മുന്നേ ഫിസിക്കൽ റിലേഷനും കഴിഞ്ഞിട്ടില്ല, കൊച്ചുങ്ങളും ഉണ്ടായി കാണത്തുമില്ല. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിലോട്ട് വരുമ്പോഴാണ് ഇത്തരം ചിന്തകളൊക്കെ വരുന്നത്. എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും കാണാം. അതിന് ഇത്രയും വന്നിരുന്ന ഡയലോഗ് അടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവരെയൊക്കെ കണ്ടിട്ട് ഇവരെയൊക്കെ കണ്ടിട്ട് ഇതേപോലെ ജീവിച്ച് തീർക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, അവരായിരിക്കും ലോകമണ്ടന്മാർ. കാര്യം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ കണ്ടിട്ട് വിടുക നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്ത് എന്ത് സദാചാരം പറയേണ്ട കാര്യം എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പെൺകുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ നൂറ്റാണ്ടിലെങ്ങാണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇതുവരെ വണ്ടി പിടിച്ച് ഇതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല. അതിൻ്റെ കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതൊക്കെയാണ് സംഭവം. ദിയാകൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും ആ ഒരു സംഭവം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കുക, ഇവരുടെ വീഡിയോസ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.